രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ കുറച്ച് സീസണായി ഏറ്റവും കൺസിസ്റ്റന്റ് ടീം. സംഗക്കാരയുടെയും സഞ്ജു സാംസന്റെയും കീഴിൽ IPLലെ ഏറ്റവും സന്തുലിതമായ ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ്. എന്നാൽ ഇത്തവണ ദ്രാവിഡ് എന്ന കോച്ചിന് കീഴിൽ നിരാശാജനകമായ സീസണാണ് രാജസ്ഥാന്. എന്താണ് രാജസ്ഥാന് സംഭവിച്ചത്? എവിടെയാണ് രാജസ്ഥാൻ ഈ കൊല്ലം പിഴച്ചത്? ഒന്നാമത്തെ കാരണം രാജസ്ഥാന്റെ റിട്ടൻഷൻ തന്നെയാണ്. CSK അടക്കം ടീമുകൾക്ക് ഓഷ്യൻ ടേബിളിലാണ് തിരിച്ചടി കിട്ടിയതെങ്കിൽ രാജസ്ഥാന് ഏറ്റവും വലിയ തിരിച്ചടി അവരുടെ റിട്ടൻഷൻ ആയിരുന്നു. ഒരു പിടി മികച്ച താരങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ റിട്ടൻഷൻ അത്രയും എളുപ്പമല്ല എന്നറിയാം. എങ്കിലും വളരെ സർപ്രൈസിംഗ് ആയിരുന്നു രാജസ്ഥാന്റെ റിട്ടൻഷൻ ലിസ്റ്റ്. ധ്രുവ് ജുറലിനെയും ഹെറ്റ്മയറിനെയും നിലനിർത്തിയ ടീം പ്രധാന താരങ്ങളായ ബട്ട്ലറിനെയും ചാഹലിനെയും ബോൾട്ടിനെയും വിട്ടുകളഞ്ഞു. ഹെറ്റ്മയറിനെ ഓഷനിൽ തിരിച്ചെത്തിക്കാൻ കഴിയുമെന്നിരിക്കുമ്പോഴാണ് ബട്ട്ലറിനെ ടീം വിട്ടുകളയുന്നത്. ഇരുവരുടെയും ഇത്തവണത്തെ പ്രകടനം തന്നെ പറയും രാജസ്ഥാൻ കാണിച്ച മണ്ടത്തരത്തിന് എത്ര വിലയുണ്ട് എന്ന്. രണ്ടാമത്തെ കാരണം ഓപ്ഷനിൽ വരുത്തിയ മിസ്റ്റേക്സ് ആണ്. വളരെ അൺബാലൻസ്ഡ് ആയ ഒരു ടീമാണ് രാജസ്ഥാൻ. 8 ഓവർസീസ് കളിക്കാരെ ടീമിലെടുക്കാമെന്നിരിക്കെ ടീം ആകെ 6 പേരെ മാത്രമാണ് ടീമിലെത്തിച്ചത്. അതിൽ ഹെറ്റ്മയർ അല്ലാതെ ഒരു ബാറ്റർ വേറെയില്ല. ഒരു ഓവർസീസ് ഓൾറൗണ്ടർ ഇല്ല. ടീമിലെത്തിച്ച ഓവർസീസ് ബോളർമാരിൽ അർച്ചർ അല്ലാതെ ആരും ഒന്നും ചെയ്തില്ല. വിട്ടുകളഞ്ഞ ചാഹൽ, ബട്ട്ലർ, ബോൾട്ട് താരങ്ങൾക്ക് ഒന്നും കൃത്യമായ റീപ്ലേസ്മെന്റ് ടീമിലെത്തിക്കാൻ രാജസ്ഥാന് കഴിഞ്ഞില്ല. അടുത്ത കാരണം രാജസ്ഥാന്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രകടനമാണ്. ആർച്ചർ അല്ലാതെ ഒരാൾക്ക് പോലും അവസരത്തിനൊത്ത് ഉയർന്നില്ല. മിഡിൽ ഓവറുകൾ റൺസ് കൺട്രോൾ ചെയ്യാനോ വിക്കറ്റ് നേടാനോ രാജസ്ഥാൻ സ്പിന്നേഴ്സിന് കഴിഞ്ഞില്ല. സീസണിൽ ഒരു മത്സരത്തിൽ പോലും ഒരു നല്ല ബോളിംഗ് പ്രകടനം ടീം നടത്തിയില്ല. ഇൻകൺസിസ്റ്റന്റ് ആയ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റാണ് അടുത്ത പ്രധാന കാരണം. ജയ്സ്വാളും വൈഭവും പരാഗും റാണയും ഒക്കെ നല്ല ഇന്നിംഗ്സ് കാഴ്ചവെച്ചുവെങ്കിലും കൺസിസ്റ്റന്റ്ലി പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. സഞ്ജുവിന്റെ പരിക്കും വലിയ തിരിച്ചടിയായി. ഒരു നല്ല ബാറ്റിംഗ് ഓൾറൗണ്ടർ ഇല്ലാതെ വന്നതും ഫിനിഷിംഗിൽ വരുത്തിയ വലിയ അബദ്ധങ്ങളും തോൽവിക്ക് കാരണമായി. അടുത്ത പ്രധാന കാരണം ടീം ഫീൽഡിൽ നടത്തിയ ചില തീരുമാനങ്ങളാണ്. സൂപ്പർ ഓവറിൽ ഫോമിൽ കളിച്ച ജയ്സ്വാളിന് പകരം ആ മത്സരത്തിൽ സ്ട്രഗിൾ ചെയ്ത പരാഗിനെ ഇറക്കിയ. ആകാശ് മഡ്വാൾ എന്ന മികച്ച ഡെത്ത് ഓവർ റെക്കോർഡുള്ള താരത്തെ ഇറക്കാതെ ദേശ്പാണ്ഡെയെ കണ്ടിന്യൂ ചെയ്യിപ്പിച്ചതടക്കം ഒരു രീതിയിലും ലോജിക്കലി അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത തീരുമാനങ്ങളായിരുന്നു ഇത്തവണ കണ്ടത്. അതിനിടയിൽ സഞ്ജു സാംസണും ദ്രാവിഡും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന തരത്തിലും വാർത്തകൾ വന്നു. CSK അടക്കം ടീമുകൾക്ക് ഇതൊരു മോശം സീസൺ ആണ് എങ്കിലും അവിടെ പ്രശ്നം ബാറ്റിംഗ് മാത്രമാണ്. റീപ്ലേസ്മെന്റ് വന്നതോടെ ടീമിൽ അതിന്റെ മാറ്റങ്ങൾ കാണാനും സാധിച്ചു. എന്നാൽ രാജസ്ഥാന്റെ അവസ്ഥ അതല്ല. അടിമുടി ടീമിൽ മാറ്റങ്ങൾ ആവശ്യമാണ്. ഒരു മിനി ഓഷൻ വഴി അത് എല്ലാം ശരിയാക്കാൻ സാധിക്കുമെന്നും പറയാൻ കഴിയില്ല. വിട്ടുകളഞ്ഞ താരങ്ങൾക്ക് പകരക്കാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ എളുപ്പമല്ല രാജസ്ഥാന് കാര്യങ്ങൾ.